ബിജെപിയുടെ ക്ഷണം തള്ളാതെ ദേവികുളം മുൻ എംഎൽഎ എസ് രാജേന്ദ്രൻ. നിലവിലെ സാഹചര്യങ്ങൾ തുടർന്നാൽ അപ്പോൾ നോക്കേണ്ടി വരുമെന്ന് എസ് രാജേന്ദ്രൻ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു. തന്നെ അനുകൂലിക്കുന്നവരെ സിപിഎമ്മിലെ ചിലർ ദ്രോഹിക്കുന്നുവെന്നും രാജേന്ദ്രൻ പറഞ്ഞു. പാർട്ടിയുടെ പേരിൽ ഒരു കമ്മീഷൻ വെച്ചു. അതിൻ്റെ പേരിൽ ഒരു KV ശശിയെ സംരക്ഷിക്കാൻ വേണ്ടി നിലപാട് ഇപ്പോഴും സ്വീകരിക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇന്ന് സാക്ഷി പറഞ്ഞത് ശശിക്ക് വേണ്ടി സാക്ഷി പറയാൻ പറഞ്ഞു. ഇന്ന് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ തിരുത്തി പറഞ്ഞു. കൺവീനറായോ അംഗമായോ വന്ന CV വർഗീസായ ഇന്നത്തെ സെക്രട്ടറി ആ സഖാവ് വന്നപ്പോൾ വന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ കുറ്റപ്പെടുത്തപ്പെട്ടു എന്നുള്ളതാണ്. അതിന് ഞാൻ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത്രയേ ഉള്ളൂ. അതിനെ തിരുത്തി പറയാൻ CV വർഗീസിനെ പറ്റില്ല, കഴിയില്ല. ബിജെപിയുടെ ക്ഷണം സ്വീകരിക്കുന്നുണ്ടോ? ബിജെപിയുടെ ക്ഷണം സ്വീകരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇതുവരെ എടുത്തില്ലല്ലോ, സ്വീകരിച്ചില്ലല്ലോ. ഇനിയും എത്ര വട്ടം ആരെയൊക്കെ തല്ലുന്നു നോക്കാം. ഇനിയും CV വസ്തുതകൾ മനസ്സിലാക്കാതെ എത്ര സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു നോക്കാം, എന്നിട്ട് എടുക്കാം. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, ബിജെപിയുടെ ക്ഷണം തള്ളാതെ ദേവികുളം MLA എസ് രാജേന്ദ്രൻ തന്നെ അനുകൂലിക്കുന്നവരെ CPMലെ ചിലർ ദ്രോഹിക്കുന്നുവെന്നും രാജേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വാർത്തയുടെ മറ്റ് വിശദാംശങ്ങൾ? പാർട്ടിയുടെ പേരിൽ ഒരു കമ്മീഷനെ വെച്ചു. KV ശശിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നിലപാട് ഇപ്പോഴും സ്വീകരിക്കുന്നുവെന്നാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തനിക്കത് മനസ്സിലായെന്ന് എസ് രാജേന്ദ്രൻ വ്യക്തമാക്കുന്നത്. ഈ പാർട്ടി നിയോഗിച്ച ഒരു കമ്മീഷനെ ഒരിക്കലും താൻ കുറ്റപ്പെടുത്തുന്നില്ല. ആ കമ്മീഷനിൽ തെളിവ് കൊടുത്തവർ തന്നെ ആ കമ്മീഷൻ കൺവീനറായിരുന്ന ജില്ലാ സെക്രട്ടറിയോട് ശശി പറഞ്ഞത് കൊണ്ടാണ് തങ്ങൾ ഈ നിലപാട് സ്വീകരിക്കേണ്ടി വന്നു എന്ന് തിരുത്തി പറഞ്ഞിട്ടുണ്ടെന്നും ആ തിരുത്തിപ്പറച്ചൽ ഇപ്പോൾ ഈ കമ്മീഷൻ നടപടികൾക്കെതിരെ തിരുത്താൻ സാധിക്കില്ലെന്നും തനിക്ക് അറിയാവുന്നതാണ്. ഈ യാഥാർത്ഥ്യം മറച്ചുകൊണ്ടാണ് പാർട്ടി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് താൻ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ ഈ നടപടിക്രമങ്ങളായി ഇപ്പോൾ പുറത്തു നിൽക്കുന്നത്. ഈ KV ശശിയാണ് തനിക്കെതിരെ പ്രവർത്തിച്ചതെന്നും നിരവധി ആരോപണങ്ങൾ തനിക്കെതിരെ ഉന്നയിച്ചത് ഈ വ്യക്തിയാണെന്നും താൻ പാർട്ടിയെ അറിയിച്ചതാണ്. താൻ കുറ്റം ചെയ്തിട്ടുള്ളതെന്ന് യാഥാർത്ഥ്യം ജില്ലാ സെക്രട്ടറിക്ക് അറിയാം. അത് തിരുത്തി പറയാൻ അദ്ദേഹത്തിന് ഇപ്പോഴും സാധിക്കില്ല. അതോടൊപ്പം തന്നെ KV ശശിയെ സംരക്ഷിക്കാൻ പാർട്ടിയിലെ ചില ആളുകൾ കൃത്യമായി നിലപാടെടുക്കുന്നു. വസ്തുതകൾക്കെതിരായി ഒരാൾ ശിക്ഷിക്കപ്പെട്ടയാളെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഈ പാർട്ടി നിലപാടെടുക്കുന്നില്ല. ചില ആളുകളെ പാർട്ടി സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത്. തന്നെ അനുകൂലിച്ചു എന്ന് പറയുന്ന ആളുകളെ ആക്രമിക്കുന്നതും നിത്യ സംഭവമാണ്. അതോടൊപ്പം തന്നെ പാർട്ടി അറിഞ്ഞിട്ടാണോ ഇത്തരത്തിൽ ഈ അക്രമ സംഭവം നടന്നത്? ആ പാർട്ടിയാണ് തനിക്കെതിരെ കമ്മീഷൻ വെക്കാൻ തീരുമാനിച്ചത്. അതാണ് താൻ പറയുന്നത്. ഒരു വ്യക്തിയല്ല, ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ഈ നേതൃത്വം തരം താഴ്ന്നു പോകരുത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഈ എസ് രാജേന്ദ്രൻ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം BJP നേതൃത്വം തന്റെ വീട്ടിൽ വന്നിരുന്നു, തന്നെ ക്ഷണിച്ചു, തന്നെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. താൻ അത് നിരസിക്കുന്നില്ല. പക്ഷേ താൻ ഇപ്പോൾ ഈ CPMന്റെ ഒരു നിലപാടനുസരിച്ച് താൻ അത് ആലോചിക്കേണ്ടി വരും. പോകണോ വേണ്ടിയോ എന്നുള്ളൊരു ആലോചിക്കേണ്ടി വരും എന്നുള്ള രീതിയിലാണ്. തന്നെ അനുകൂലിക്കുന്നവരെ വീട്ടിൽ കയറി ആക്രമിക്കുന്നു. ഈ അക്രമ സ്വഭാവം CPM പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി അറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ഈ പാർട്ടിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ള രീതിയിലെല്ലാം തന്നെയാണ് രാജേന്ദ്രൻ വിവിധ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. താൻ ഒരിക്കലും രാജിക്കെതിരായി ഇലക്ഷനിൽ എതിരായി പ്രവർത്തിച്ചിട്ടില്ലെന്ന് ജില്ലാ സെക്രട്ടറിക്ക് അറിയാം. ആ യാഥാർത്ഥ്യം ഇപ്പോൾ ജില്ലാ സെക്രട്ടറി പറയാൻ തയ്യാറാക്കില്ല. കാരണം ഈ കമ്മീഷന്റെ മുമ്പിൽ കമ്മീഷൻ നിലപാടെടുത്തതിനെതിരെ അദ്ദേഹം പറയത്തില്ല. ഇപ്പോഴും ഇദ്ദേഹം ഈ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ താൻ അത് ആലോചിക്കേണ്ടി വരും. ഓരോ വാക്കുകൾ പറയുമ്പോൾ താൻ അത് ആലോചിക്കേണ്ടി വരും. ഈ പാർട്ടിയിൽ തുടരണോ വേണ്ടയോ അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് രാജേന്ദ്രന്റെ പ്രതികരണം. അതോടൊപ്പം തന്നെ CV വർഗീസ് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം CV വർഗീസ് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. രാജേന്ദ്രൻ ഏറെ നാളെ BJPയിൽ പോകുന്നു വാർത്തകളുണ്ട്. അദ്ദേഹം പോകത്തില്ല. CPM പാർട്ടി രാജേന്ദ്രനെതിരായിട്ടും പറഞ്ഞിട്ടില്ല, രാജേന്ദ്രൻ പാർട്ടിക്കെതിരായിട്ടും പറഞ്ഞിട്ടില്ല. ഏതായാലും രാജേന്ദ്രൻ കുറ്റാരോപിതനാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ഇത്തരത്തിലൊരു നടപടിക്രമം ഉണ്ടായത്. അത് രാജേന്ദ്രന് മാത്രമല്ല, പാർട്ടിയിലെ ഏതൊരു പ്രവർത്തകനും അത്തരത്തിലൊരു കുറ്റക്കാരനെന്ന് കേട്ടുകഴിഞ്ഞാൽ ഇത്തരം നടപടി സ്വീകരിക്കേണ്ടി വരും എന്നൊക്കെ തന്നെയാണ് CV വർഗീസ് വ്യക്തമാക്കിയത്. ഏതായാലും രാജേന്ദ്രന്റെ ഇപ്പോഴുള്ള വാക്കുകൾ അനുസരിച്ച് തീർച്ചയായും രാജേന്ദ്രൻ സിറ്റിംഗിൽ തുടരില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ BJPയിലെ ക്ഷണം താൻ നിരസിക്കുന്നില്ലെന്നും വ്യക്തത വരുത്തുന്നു. ഏതായാലും BJPയിൽ പോകും എന്ന് രാജേന്ദ്രൻ കൃത്യമായി പറഞ്ഞില്ലെങ്കിലും തന്നെയും ഈ ക്ഷണം നിരസിക്കുന്നില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും രാജേന്ദ്രൻ CPMൽ തുടരില്ല എന്ന് തന്നെയാണ് ഈ വാക്കിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വ്യക്തമാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബിനീഷ്.